കൽപ്പാത്തിപ്പുഴയുടെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് മലമ്പുഴ ഡാം. 1949 മാർച്ചിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കെ ഭക്തവത്സലം അണക്കെട്ടിന് തറക്കല്ലിടുകയും റെക്കോർഡ് സമയത്തിൽ പണി പൂർത്തിയാക്കി ഈ അണക്കെട്ട്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കാമരാജ് 1955 ഒക്ടോബർ 9 ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് മുമ്പ് പുൽപ്പാറ, ചോവങ്കാട്, ഇടുപ്പാടി എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ശേഷം മലമ്പുഴ എന്നറിയപ്പെട്ടു തുടങ്ങി. ജലസേചനം, കുടിവെള്ളം, വ്യവസായം, വൈദ്യുതി ഉൽപാദനം, മത്സ്യം വളർത്തൽ, ജലഗതാഗതം എന്നിങ്ങനെ ഒരു വിവിധോദ്ദേശ പദ്ധതിയായിരുന്നു ഈ അണക്കെട്ടിലൂടെ ലക്ഷ്യമിട്ടത്. പശ്ചിമഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള മലമ്പുഴ ജലസംഭരണിയിലും മലമ്പുഴ ഉദ്യാനവും പ്രകൃതി രമണീയമാണ്. അതുവഴി കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാവാൻ മലമ്പുഴ അണക്കെട്ടിന് കഴിഞ്ഞിട്ടുണ്ട്. മലമ്പുഴ ഉദ്യാനവും തൂക്കുപാലവും റോപ്പ് വേയും കാനായി കുഞ്ഞിരാമന്റെ യക്ഷി ശില്പവുമാണ് ഇവിടേക്ക് വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്നത്. 2005 ഒക്ടോബറിൽ മലമ്പുഴ ഡാം അതിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു. അന്നത്തെ കളക്ടറായ കെ അജയ് കുമാർ അധ്യക്ഷനായ കമ്മിറ്റി ഓണാഘോഷ വാരവും ടൂറിസം വാരവും സംഘടിപ്പിച്ചാണ് സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 1949 മാർച്ചിൽ ആരംഭിച്ച ഡാമിന്റെ നിർമ്മാണം 1955 ഒക്ടോബർ 9 പൂർത്തിയായത്. കേരള സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കീഴിലാണ് ഡാം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മലമ്പുഴയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാം എന്ന ആശയം 1914 മദ്രാസ് സർക്കാരാണ് മുന്നോട്ട് വെച്ചത്. അന്ന് പാലക്കാട് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. മലമ്പുഴ നദിക്ക് കുറുകെയുള്ള അണക്കെട്ടിന്റെ ആകെ നീളം 2069 മീറ്ററാണ്. ഇതിൽ മനുഷ്യനിർമ്മിതമായ നീളം 1849 മീറ്ററും പ്രകൃതിദത്തമായ നീളം 220 മീറ്ററുമാണ്. മലമ്പുഴ ഡാമിന്റെ ആകെ സംഭരണ വ്യാപ്തി 147.39 ചതുരശ്ര കിലോമീറ്റർ ആണ്. സംഭരണ ശേഷിയാകട്ടെ 236.69 ക്യൂബിക് മീറ്ററും. അണക്കെട്ടിന് ശേഖരിക്കാവുന്ന കൂടിയ ജലനിരപ്പ് 115.06 മീറ്ററും ഏറ്റവും കൂടിയ സംഭരണശേഷി 226 ക്യൂബിക് മീറ്ററുമാണ്. ഇത്തരത്തിൽ ജലസംഭരണശേഷിയുള്ള മലമ്പുഴ ഡാമിന്റെ വാർഷിക വൈദ്യുതോൽപാദനം 5.6 MU ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പാലക്കാട് ജില്ലയുടെ സമ്പൽ സമൃദ്ധിയിലും പാലക്കാടിനെ കേരളത്തിന്റെ നെല്ലറയാക്കി മാറ്റുന്നതിലും മലമ്പുഴ അണക്കെട്ടിന് ഒരു നല്ല പങ്കുണ്ട്. 2 വിളവെടുപ്പുകളിലായി 50,000 ഹെക്ടർ സ്ഥലത്ത് മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നു. ആകെ കേരളത്തിലുള്ള 3,10,521 ഹെക്ടർ നെൽവയലുകളിൽ പാലക്കാടിന്റെ മാത്രം 1,15,910 ഹെക്ടർ നെൽവയലുകളാണ്. ഇത് സംസ്ഥാനത്തെ നെൽകൃഷിയുടെ 37.33% ആണ്. വൈദ്യുതി ഉൽപാദനത്തിന് പുറമെ കേരളത്തിൽ വിനോദസഞ്ചാര മേഖലയിലും കാർഷിക മേഖലയിലും വലിയൊരു പങ്ക് മലമ്പുഴ ഡാമിനുണ്ട്. ഓരോ കേരളീയനും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരിടമാണ് നമ്മുടെ മലമ്പുഴ ഡാം.